ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ തയ്യൽ മെഷീനും അതിൻ്റെ ഭാഗങ്ങളെയും പരിചയപ്പെടുത്തുകയാണ് കേട്ടോ. നമ്മുടെ മെഷീൻ കേടായാൽ അത് ശരിയാക്കുന്നതിന് വേണ്ടി നമുക്ക് കടയിൽ കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കേടുവന്ന ഏതെങ്കിലും ഒരു ഭാഗം നമുക്ക് മേടിച്ചിട്ട് വരണമെങ്കിലും മെഷീനിൻ്റെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളുടെ പേരുകളൊക്കെ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മെഷീൻ്റെ ഭാഗങ്ങൾ കാണാം. അതിന് മുൻപായിട്ട് നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മുടെ ഫ്രീ സ്റ്റിച്ചിങ് ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. വാട്സപ്പിലൂടെയാണ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് മെഷീനിൻ്റെ പാർട്സുകൾ കാണാം. അതിനു വേണ്ടി എൻ്റെ പഴയ ഒരു മെഷീൻ്റെ ഹെഡ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ബാലൻസ് വീലാണ് ഇത്. ആദ്യമായി കാണുന്നത് ബാലൻസ് വീലാണ്. ബാലൻസ് വീല് കറങ്ങുന്നതിനനുസരിച്ചിട്ടായിരിക്കും മെഷീൻ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അടുത്തതായിട്ട് സ്പൂൾ പിൻ നൂലുണ്ട വെക്കുന്നതിന് ഉപയോഗിക്കുന്നു. സ്പൂൾ പിന്നിലെ നൂലുകൾ കെട്ടുകുരുങ്ങാതെ വരുന്നതാണ്, കോർത്തെടുക്കുന്നതാണ് ത്രെഡ് ഗൈഡുകൾ. മുകളിലായിട്ട് ഒരു ഹുക്ക് പോലെ അതിന് താഴെയും നമ്മുടെ ടെൻഷനിൽ നിന്നൊക്കെ എടുത്ത് വരുന്ന നൂലുകളെ കുരുക്കിടാതെ സംരക്ഷിക്കുന്നു ത്രെഡ് ഗൈഡ്. അടുത്തതായിട്ട് ടെൻഷൻ സ്ക്രൂ, ടെൻഷൻ സ്പ്രിങ്, ടെൻഷൻ പ്ലേറ്റ്, ഇവ മൂന്നും മെഷീൻ്റെ ടെൻഷനുകളാണ്. ഈ ടെൻഷനുകൾ മുറുക്കം കൂടിയാലും ലൂസായാലും നമ്മുടെ സ്റ്റിച്ചുകൾ ശരിയാവത്തില്ല. അപ്പോൾ മെഷീനിൽ മാത്രമല്ല ടെൻഷനുള്ളത്, മെഷീനിൻ്റെ ബോബിൻ കേസിലും ടെൻഷനുണ്ട്. അതിനും മുറുക്കം അധികം കൂടുതലും കുറവും ആകാതെ ഒരുപോലെ ഇരിക്കണം. രണ്ട് ടെൻഷനുകളും ഒരുപോലെ ആവണം. ഇനി അടുത്തതായിട്ട് ഫ്രേസ് പ്ലേറ്റ്. മെഷീൻ വൃത്തിയാക്കാനും കേടുവന്നാൽ ശരിയാക്കാനും ഇതിൻ്റെ സ്ക്രൂ അഴിച്ച് ചെയ്തിട്ട് ശരിയാക്കാം. മെഷീനിൽ വരുന്ന കംപ്ലൈൻറ്റുകളും റിപ്പയറുകളും മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ഇനി അടുത്തത് 3 പ്ലേറ്റുകളാണ്. പ്ലേറ്റുകൾ ഒന്ന് സൈഡ് പ്ലേറ്റ്, അടുത്തത് നീഡിൽ പ്ലേറ്റ്, അടുത്തത് ത്രോട്ട് പ്ലേറ്റ്. അതാണ് നമ്മുടെ മെഷീൻ ഇരിക്കുന്ന ഭാഗമാണ് ത്രോട്ട് പ്ലേറ്റ്. നീഡിൽ പ്ലേറ്റിലെ സ്ക്രൂകൾ റിമൂവ് ചെയ്തിട്ട് നമ്മൾ പല്ലുകളിലെ പൊടിപടലങ്ങൾ നീക്കിക്കളയും. ഇനി അടുത്തത് ടേക്കപ്പ് ലിവർ. ഇത് ചലിക്കുന്ന സമയം ടെൻഷൻ ഡിസ്കിലുള്ള നൂല് പുറത്തേക്ക് വരുന്നത്. അടുത്തത് പ്രഷർ ഫൂട്ട് ലിഫ്റ്റർ, പ്രഷർ ഫൂട്ട് സ്ക്രൂ, പ്രഷർ ബാർ. അത് പ്രഷർ ഫൂട്ട് ലിഫ്റ്റർ. ഇത് പൊന്തിക്കുകയും താത്തുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ പ്രഷർ ഫൂട്ട് ബാർ താഴുന്നത്. ഇനി അടുത്തതായിട്ട് നീഡിൽ ബാർ. പ്രഷർ ബാറിന് അടുത്തുള്ള ബാർ തന്നെയാണ് നീഡിൽ ബാറും
നീഡിൽ ക്ലാമ്പ്. നീഡിൽ ഫിറ്റ് ചെയ്ത് ഉറപ്പിക്കുന്ന ഭാഗമാണ്. നീഡിൽ ബാറിൽ നീഡിൽ ഉറപ്പിച്ച് നിർത്തുന്ന ക്ലാമ്പാണ് നീഡിൽ ക്ലാമ്പ്. ഇനി അടുത്തതായിട്ട് സ്റ്റിച്ചിങ് റെഗുലേറ്റർ. സ്റ്റിച്ചിങ് റെഗുലേറ്റർ ലിവറും സ്റ്റിച്ചിങ് റെഗുലേറ്റർ ലോക്കും. ലോക്ക് ലൂസാക്കി ലിവറിനെ താഴ്ത്തുകയും നമ്മുടെ സ്റ്റിച്ചുകൾ ലോങ് ആക്കുകയും ഷോർട്ടാക്കുകയും ചെയ്യാനുള്ള ഒരു ലിവറാണ് സ്റ്റിച്ചിങ് റെഗുലേറ്റർ ലിവർ. ഇനി അടുത്തതായിട്ട് ബോബിൻ വൈൻഡർ. ബോബിൻ വൈൻഡർ മെഷീനിൽ കേടായിട്ട് പോയിട്ടുണ്ട്. പഴയ മെഷീനാവുകൊണ്ട് കേടായി പോയിട്ടുണ്ട്. ബോബിൻ അത് മറ്റൊരു മെഷീൻ ഞാൻ കാണിച്ചു തരുന്നതാണ്. ബോബിൻ വൈൻഡറും ബോബിൻ ത്രെഡ് ഗൈഡും. ബോബിൻ വൈൻഡർ ത്രെഡ് ഗൈഡിലൂടെയാണ് നൂലുകൾ കോർക്കുന്നത്. ഇതാണ് ബോബിൻ വൈൻഡർ. അതിലേക്ക് ബോബിൻ ത്രെഡ് ഗൈഡിലൂടെ നൂല് കോർത്ത് ബോബിനിലേക്ക് വെച്ചിട്ട് അതിന്മേൽ വെച്ചിട്ട് ചുറ്റിയെടുക്കണം. ഇനി അടുത്തത് ഫീഡോക്ക്. ഫീഡോക്ക് എന്ന് പറയുന്നത് നമ്മുടെ പല്ല് പോലെയുള്ള മെഷീൻ്റെ അടിയിലുള്ള പല്ല് പോലെയുള്ള അതിൻ്റെ പേരാണ് ഫീഡോക്ക്. ഇനി അടുത്തതായിട്ട് ബോബിൻ കേസ് വെക്കാനുള്ള ഷട്ടിൽ കേസ് ഉറപ്പിക്കുന്ന ഭാഗം. നമ്മുടെ മെഷീനുകൾക്ക് വരുന്ന എല്ലാ കംപ്ലൈൻറ്റുകളും അതിൻ്റെ പാർട്സുകളും എല്ലാം നമുക്ക് ശരിയാക്കി എടുക്കാം. നമുക്കതിൻ്റെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം ഇൻഷാ അല്ലാഹ്.